കർണാടക സർക്കാരിന്റെ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ പ്രദേശത്ത് റിപ്പോർട്ടർ സംഘം നേരിട്ടെത്തി. പെരുവഴിയിലായ കുടുംബങ്ങളുടെ രോദനമാണ് യലഹങ്ക അടക്കമുള്ള ഇടങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. കൂരകൾ ഇടിച്ചു നിരപ്പാക്കിയ ഭരണകൂടത്തോടുള്ള രോഷമാണ് പ്രദേശവാസികളുടെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. കർണാടക ന്യൂനപക്ഷ മന്ത്രി അല്പം മുൻപ് സ്ഥലം സന്ദർശിച്ചു. ജനങ്ങൾക്ക് സർക്കാർ സഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഹൃദയം പിളർക്കുന്ന കാഴ്ചകളാണ് യലഹങ്കയിൽ കണ്ടതത്രയും. ഇടിച്ചു നിരപ്പാക്കിയ കൂരകളുടെ അവശിഷ്ടങ്ങൾ കണ്ടാൽ ആരുടെയും ഹൃദയം പിടയും. പെരുവഴിയിലാണ് കുടുംബങ്ങൾ. 500-ലധികം വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങളും പഠനോപകരണങ്ങളും നശിച്ചു. ഫക്കീർ കോളനി, വസീം ലേഔട്ട് മേഖലകളിലെ ഭൂരിഭാഗം കുടുംബങ്ങളുടെയും പ്രധാന രേഖകളെല്ലാം നഷ്ടപ്പെട്ടു. പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ടും ഒരു സഹായവും സർക്കാർ നൽകിയില്ലെന്ന് രോഷത്തോടെ പറയുന്നുണ്ട് പ്രദേശവാസികൾ. ഒരു മുന്നറിയിപ്പ് അറിയിക്കാണ്ട് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 4-5 മണിക്ക് വന്നത്. JCBയും ഇവിടുത്തെ BBMP-കാരും മാർഷലുകളെല്ലാം വന്നിട്ട് 6 മണി മുതൽക്ക് മൊത്തം തകർക്കാൻ തുടങ്ങി. എന്നാൽ പ്രദേശം സന്ദർശിച്ച കർണാടക ന്യൂനപക്ഷ മന്ത്രി സമീർ അഹമ്മദ് കേരളത്തെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് പ്രതിനിധികൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ 11 മണിക്ക് മുഖ്യമന്ത്രിയുമായി നടക്കുന്ന യോഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പ്. ഭൂമാഫിയക്കെതിരായുള്ള നടപടിയാണിതെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ വാദം. എന്നാൽ കൃത്യമായ രേഖകളുള്ള 1007 പേരെ ഒരു ബദൽ സംവിധാനവും ഒരുക്കാതെ തെരുവിലിറക്കിയത് നീതിയുക്തമാണോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കും മുജീബ് ടിറ്റിക്കുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.